നമസ്കാരം. ഒരു കൂട്ടം മനുഷ്യരുണ്ട് അമിത അഭിമാനബോധമുള്ളവർ. അഭിമാനബോധമുള്ളവരാണ് മൊത്തം ആൾക്കാരും. എല്ലാ മനുഷ്യനും അഭിമാനബോധമുണ്ട്. എന്നാൽ അമിത അഭിമാനബോധം അമിത മാനബോധം അതൊരു രോഗമാണ്. അമിത അഭിമാനബോധം മാനബോധം നമ്മളുടെ പല ജീവിത ആസ്വാദനങ്ങളും ഇല്ലാതാക്കും. അവർ എല്ലാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവർ അങ്ങനെ പറയില്ലേ, മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നവരാണ്. നമ്മളെ നോക്കി ജീവിക്കുന്നവരല്ല. അവർക്ക് എന്തിലും ഏതിലും മറ്റുള്ളവർ, സമൂഹം അങ്ങനെ കാണില്ലേ, സമൂഹത്തിൽ എൻ്റെ വില, എൻ്റെ നില, എൻ്റെ അഭിമാനം, എൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഈ സമൂഹം എന്നാൽ എന്താണ്? വളരെ നമ്മളെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ ചേർന്ന ഒരു കൂട്ടമാണ് സമൂഹം. സമൂഹത്തിന് നമ്മളെ തന്നെ നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാണുന്നു, വിടുന്നു. ചില ശത്രുക്കൾ അതെടുത്ത് കാണിക്കുന്നു, അവരും വിടും. ഈ അഭിമാനബോധം കൂടുതൽ മനസ്സിൽ കൊണ്ടു നടന്നാൽ നമുക്കത് നാശമാണ്, നമുക്കത് വിനയാണ്, നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കും. നമുക്ക് ഒരു സാധാരണ ഒരിടത്ത് കുത്തിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന സ്റ്റാറ്റസ്, എൻ്റെ സ്റ്റാറ്റസ് എന്തോ സ്റ്റാറ്റസാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ ആൾ ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെപ്പറ്റി ഈ ജനങ്ങൾ ഓരോരുത്തരും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോൾ മാത്രം ചിന്തിക്കുന്നു. അപ്പോഴാണ് നമ്മൾ നിസ്സാരരായ നമ്മളെപ്പറ്റി മറ്റുള്ളവർ ചിന്തിക്കാൻ പോകുന്നത്. നമ്മളുടെ പ്രവൃത്തികളും ഒന്നും മറ്റുള്ളവർ ഈ സാഹൂതം സശ്രദ്ധം ഒന്നും നോക്കുന്നില്ല, വീക്ഷിക്കുന്നില്ല. നമ്മളെ തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവരെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെയാണ്. മറ്റുള്ളവർക്ക് പല പണികളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം, അവരുടേതായിട്ടുള്ള രീതികൾ ഒക്കെയുണ്ട്. അവർക്ക് നമ്മളെ നോക്കാനല്ല സമയം. നാം നോക്കുക, മറ്റുള്ളവരെ നമ്മൾ നോക്കാതെ ഇരിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് കാണുന്നു, എന്ത് ശ്രദ്ധിക്കുന്നു, അവർ എന്താണ് വിചാരിക്കുന്നത് എന്നൊക്കെ ആകുലപ്പെട്ട് ജീവിക്കുന്ന ഭൂരിപക്ഷം മനുഷ്യർക്കും അവരുടെ ജീവിതം ദുസ്സഹമാണ്. അവർ നമ്മളെപ്പറ്റി മോശം പറഞ്ഞാൽ വലിയ പ്രശ്നം, സമൂഹത്തിൽ വലിയ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നെപ്പറ്റി സംബന്ധിച്ച് പറയാം. എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ പെണ്ണുപിടിയാണെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ആഭാസനാന്ന് പറഞ്ഞോട്ടെ, ഞാൻ മദ്യപാനിയാന്ന് പറഞ്ഞോട്ടെ, ഞാൻ താന്തോന്നിയാന്ന് പറഞ്ഞോട്ടെ, ഞാൻ തെമ്മാടിയാണെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചതിവനാണെന്ന് പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും, ഏത് തെണ്ടികൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്തൊക്കെ ചാർത്തി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാലും എനിക്ക് അപമാനബോധം ഉണ്ടാവത്തില്ല. ഞാൻ അഭിമാനത്തോട് തന്നെ നിൽക്കും. ആ അപമാന ആരോപണങ്ങളില്ല. ശരിയാടാ, നീ പെണ്ണുപിടിയാ, ശരിയാടാ, ഞാൻ പെണ്ണുപിടിയാ, ശരിയാടാ, നീ കള്ളനാടാ, ആന്നടാ, നീ ചതിവനാ, ആന്നടാ, നീ അഹങ്കാരി, ആന്നടാ, ഇങ്ങനെ പറയാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു തെണ്ടിക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ പരാജയം നമ്മുടെ ഉള്ളിലാണ്. ഇന്നൊരാൾ എന്നെ വിളിച്ചു, ഫേസ്ബുക്കിൽ എന്നെ പറ്റി ഒത്തിരി ഒരാളിങ്ങനെ ഇടുന്നു, അവന് കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, എന്തിനായി തെണ്ടികൾക്കെതിരെ കേസ് കൊടുക്കുന്നത്? അവൻ കുറച്ചിട്ട് അവൻ കുഴപ്പം നിർത്തും. നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. എനിക്ക് വേണമെങ്കിൽ അതൊരു കേസാക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഉപദേശമാണ് കറക്റ്റ്. ഒരു തണ്ടി കുത്തിയിരുന്ന് എഴുതുക, അവൻ പന്നനാന്നറിയ, അവൻ കുറച്ച് എഴുതി, അവൻ്റെ പാട്ടിന് പോകും. പിന്നെ വേറെ രസം കൂടെ ഉണ്ട്. നമ്മളെപ്പറ്റി മോശം പറഞ്ഞാൽ, നെഗറ്റീവ് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും. ശ്രദ്ധിച്ച് ഇവൻ പറഞ്ഞതാണോ സത്യം, അത് യഥാർത്ഥത്തിലുള്ള നമ്മളെന്താണെന്ന് അവർ കണ്ടെത്തും. ചിലപ്പോൾ പോസിറ്റീവ് വശമായിരിക്കും അവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നെപ്പറ്റി ഒരാൾ വളരെ ദോഷം പറഞ്ഞു, ഒരു വ്യക്തിയെടുത്ത് അയാൾ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. വെറുപ്പോടുകൂടിയാണ് ശ്രദ്ധിച്ചത്. വളരെ കാലങ്ങൾ ശ്രദ്ധിച്ചു. എൻ്റെ ചില പോസിറ്റീവ് വശങ്ങൾ അയാൾ കണ്ടിട്ട് എന്നോട് വന്ന് പരിചയപ്പെട്ടു. ഇങ്ങനെയാണ് നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ചില സത്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഗുണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില സ്വഭാവ പ്രത്യേകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു സാധാരണയിൽ വ്യത്യസ്തനായ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു. ഒരു ഉയരത്തിലുള്ള ഒരാളാണ്.
എന്നെപ്പറ്റി പറഞ്ഞ അറിവുകൾ അയാൾക്ക് തീർത്തും വിഭിന്നമാണ്. വളരെ മോശം അഭിപ്രായമാണ്. വളരെ മോശക്കാരനാണെന്നാണ് പറഞ്ഞത്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞത്. അതെനിക്ക് പോസിറ്റീവായി വന്നു. അപ്പോൾ ഈ അമിത അഭിമാനബോധം നമുക്ക് നാശം ചെയ്യും. പലർക്കും, ഞങ്ങളുടെ വക്കീലന്മാർ പലരും എനിക്കറിയാം, അവർ ഒരു സ്ഥലത്ത് പോയി സാധാരണ ചായക്കടയിൽ പോലും ചായ കുടിക്കത്തില്ല. പ്രശ്നമാണ്, സ്റ്റാറ്റസ് പ്രശ്നം. അവർ കൈലി എടുത്തുകൊണ്ട് നടക്കത്തില്ല വഴിയിൽ. ഞാൻ നിക്കർ വിട്ട് കൈലി എടുത്ത വഴിയെല്ലാം നടക്കും. അവർ ഉടുപ്പിട്ട് നല്ല ഗെറ്റപ്പിൽ നടക്കും. ഞാൻ ഉടുപ്പിടാതെയും ഉടുപ്പിട്ടും ഒക്കെ എവിടെയും നടക്കും. എന്നെ ആരും ഇതുവരെ അവമതിച്ചിട്ടില്ല. എന്നെ അവമതിക്കാൻ വന്നാൽ അതൊട്ടും വിലപ്പോകുമില്ല. ഏതവൻ വന്ന് എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാൻ ചിന്തിക്കത്ത് പോലുമില്ല. ഇപ്പം പറയട്ടായി തെണ്ടുകളെല്ലാം പറയട്ടെ എന്ന് ഞാൻ കരുതും. അങ്ങനെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കും. നമ്മളെ അപഹസിക്കാൻ വരുന്നവർ ആ അപഹാസം ചുമ്മാതെ പറഞ്ഞ് കാറ്റിൽ പറന്നു പോകും. നമ്മളെ നോക്കി ഒരു ജനവും ഇവിടെ നിൽക്കുന്നില്ല, ഒരാൾക്കാരും നമ്മളെ നോക്കി നിൽക്കുന്നില്ല. അവരവർക്ക് അവരവരുടെ കാര്യം. നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നുള്ള തോന്നൽ വെറും മിഥ്യാധാരണയാണ്. ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകില്ല. അതോർത്ത് നമ്മൾ വിഷമിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജീവിതം കൊണ്ടുപോവുക. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആരെന്ത് പറഞ്ഞാലും സ്വാഹ, നെവർ മൈൻഡ്, ഹൂ കേഴ്സ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹൂ കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങ് പോവുക, സന്തോഷമായിട്ട് ജീവിക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാശം അന്ന് തുടങ്ങുന്നു. നമുക്ക് സന്തോഷമായിട്ടിരിക്കണോ, മറ്റുള്ളവരെ കേൾക്കാതിരിക്കുക. ഒരിക്കലും കേൾക്കരുത്, മറ്റുള്ളവരെ കേൾക്കാതിരിക്കുക. ദോഷം പറയുന്നത്, നമ്മളെപ്പറ്റി ദോഷം പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന തെണ്ടികളുണ്ട്, അവന്മാരെ കേൾക്കരുത്. അതുകൊണ്ട് ഇന്നത് പറഞ്ഞു, അവനെ കേൾക്കരുത്. പോളാ ഇതിൻ്റെ പാട്ടിനെന്ന് പറയണം. നിനക്കിതൊന്നും കേൾക്കട്ടാ, നീ വേറെ എവിടെയെങ്കിലും പോയി പറ എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിന് ആ തെണ്ടി നമ്മുടെ ശത്രുവാണ്, അവനെ കളഞ്ഞേക്കണം. ഒരു ദോഷവും നമ്മളെപ്പറ്റി പറയുന്നത് വേറൊരാൾ വന്ന് പറഞ്ഞ് അത് കേൾക്കാൻ നിൽക്കരുത്. എത്ര മഹാനാണെങ്കിലും ചിലപ്പോൾ ചില ചാഞ്ചല്യമുണ്ടാകും, ചില വിഷമം ഉണ്ടാകും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മഹാനല്ലാത്തതുകൊണ്ട് വലിയ വിഷമം തോന്നുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അവൻ പറയട്ടെ, ഞാൻ ഇതും കൂടെ ആളാന്ന് പറയും. ചിലരൊക്കെ പറയും ഇങ്ങനെ, എന്നെ എങ്ങനെ കളിയാക്കാൻ പറ്റും, എന്നെ എങ്ങനെ അപഹസിക്കാൻ പറ്റും. ഇവന്മാർ ഏതൊക്കെ ആരോപണം നടത്തിയാലും അതെല്ലാം ഞാൻ സ്വീകരിക്കും. നീ പന്നാന്ന് പറയും, അതേടാ ഞാൻ പന്നനാടാ, നാരിയാടാ, തെണ്ടിയാടാ, പെണ്ണുപിടിയാടാ, ആഭാസനാടാ, കള്ളനാടാ, ദുഷ്ടനാടാ എന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ തെളിയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ്. ഇത് നല്ലൊരു ഉപദേശമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. നന്ദി, നമസ്കാരം.